അല്പസമയം മുമ്പാണ് ഏകദേശം 4 മണിയോടുകൂടി തന്നെയാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. കൊച്ചമ്പലത്തിലേക്ക് തന്നെയാണ് അവർ ആദ്യമെത്തിയത്. കൊച്ചമ്പലത്തിലെത്തി തിടമ്പേറ്റി അവിടെ നിന്നും താഴേക്ക് വലിയമ്പലത്തിലേക്ക് ഘോഷയാത്ര പേട്ടതുള്ളൽ പോയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘം വന്ന് അവരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് വലിയമ്പലത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ ആലങ്ങാട് സംഘം ബാവരപള്ളിയിൽ കയറാതെ അതിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതതിന് ശേഷം അവിടെ നിന്നും വലിയമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പേട്ടതുള്ളലിൽ 10,000-കണക്കിന് ഭക്തരാണ് ഇത്തവണയും പങ്കെടുത്തത്. നമുക്കറിയാവുന്ന പോലെ ഈ 2 സംഘങ്ങളുടെയും പേട്ടതുള്ളൽ അവസാനിച്ചാൽ അവർ നേരെ പോകുന്നത് പമ്പയിലേക്കാണ്. കാനനപാത വഴി പമ്പയിലേക്കെത്തി അവിടെ പമ്പ സദ്യയും കഴിഞ്ഞ് അതിനുശേഷമാണ് പമ്പ വിളക്കും കഴിഞ്ഞ് ശബരിമലയിലേക്ക് കയറും. മകരവിളക്കും കണ്ടതിന് ശേഷമാണ് ഇറങ്ങുന്നത്. എന്തായാലും ഈ ഐതിഹ്യ പെരുമയിൽ, അതായത് മഹർഷി നിഗ്രഹത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പങ്കുവെക്കുന്ന ഒരു ചടങ്ങായി തന്നെയാണ് ഈ പേട്ടതുള്ളൽ കാണുന്നത്. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലം കൂടിയാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ. അതും കൂടി നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ സാധിച്ചു. എന്തായാലും ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളുന്നതിന് വേണ്ടി എരുമേലിയിലേക്ക് എത്തിയത്. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. എരുമേലി പേട്ടതുള്ളൽ തുടങ്ങിയിരിക്കുന്നു.